നമസ്കാരം. ഇപ്പോ പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാൻ ഇതൊക്കെ വേണം. അധപ്പതനത്തിന്റെ അങ്ങേയറ്റം. മിസ നാടകത്തിനെതിരെ സദാചാരവാദികളുടെ ആക്രമണം രൂക്ഷമാകുമ്പോൾ മിസയെ പറ്റി ചിലതൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല. ഒപ്പം ആർട്ടിസ്റ്റ് ചിന്നു ചിലങ്കയുടെ ഒരു തീപ്പൊരി പ്രതികരണം വന്നിട്ടുണ്ട്. നടൻ ജോയ് മാത്യുവിന്റെയും VK സനോജിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ നോക്കാനുമുണ്ട്. അപ്പോൾ വാർത്ത പൂർണ്ണമായിട്ടും കാണുക. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കും പീഡനങ്ങൾക്കും ഇരയായ പ്രശസ്ത നാടക പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ സ്നേഹലത റെഡ്ഡിയുടെ ജീവചരിത്രവും പോരാട്ടവുമാണ് മിസ, അതായത് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന നാടകം പ്രമേയമാക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാളായി സ്നേഹലത മാറി. അധികാരവർഗം പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും പ്രതിഷേധ ശബ്ദങ്ങളും അടിച്ചമർത്താൻ മിസ പോലുള്ള കറുത്ത നിയമങ്ങൾ എങ്ങനെ ഉപയോഗിച്ചുവെന്നും ഒരു കലാകാരിയും സ്ത്രീയും എന്ന നിലയിൽ സ്നേഹലത ആ അനീതിക്കെതിരെ എങ്ങനെയാണ് നിലകൊണ്ടതെന്നും ഒക്കെയാണ് ഈ നാടകം ദൃശ്യവൽക്കരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നവരെയും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെയും ഇന്നും ഭരണകൂടങ്ങൾ ഭയക്കുന്നുവെന്ന പ്രസക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് നാടകം നൽകുന്നത്. ആരാണ് സ്നേഹലത റെഡ്ഡി? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ആളുകൾ സ്വയം നിങ്ങളെ തന്നെ ഓർത്ത് നിങ്ങൾ അങ്ങ് തല താഴ്ത്തും, അപലപിക്കും. കർണാടകയിൽ നിന്നുള്ള പ്രശസ്ത കന്നഡ നടി, സംവിധായിക, കന്നഡ സമാന്തര സിനിമയുടെ വക്താവ്, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരി എന്നീ നിലകളിൽ അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു സ്നേഹലത. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ 1976 മെയ്യിൽ സ്നേഹലതയെ മിസ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ബംഗളൂരു സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നു. വിചാരണയോ നീതിയോ കൂടാതെ മാസങ്ങളോളം ജയിലിൽ അടയ്ക്കപ്പെട്ട അവർക്ക് കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. മിസ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട സ്നേഹലത റെഡ്ഡിയെ സെൻട്രൽ ജയിലിൽ അടച്ചപ്പോൾ അധികാരികൾ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് അവിടെ നടത്തിയത്. ജയിലിലെ വനിതാ വാർഡന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ മുന്നിൽ അവരെ പൂർണ്ണമായി നഗ്നയാക്കി പരിശോധിക്കുകയും ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തടവുകാരെ പൂർണ്ണമായി കീഴടക്കാനും അവരുടെ വ്യക്തിത്വത്തെയും അഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ തകർക്കാനും ഭരണകൂടം ഉപയോഗിച്ചിരുന്ന ക്രൂരമായ രീതികളൊന്നായിരുന്നു അത്. ഗുരുതരമായ ആസ്മ രോഗിയായിരുന്നു. എന്നിട്ടും ജയിലിൽ ഇരുട്ടും പൊടിയും നിറഞ്ഞ വൃത്തിഹീനമായ സെല്ലിലാണ് അവരെ അടച്ചിട്ടിരുന്നത്. മറ്റ് തടവുകാരുമായി സംസാരിക്കുന്നത് വിലക്കുകയും ചെയ്തിരുന്നു. ശുചിമുറി സൗകര്യങ്ങൾ പോലും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് അവരെ ക്രൂരമായ ഒറ്റപ്പെടുത്തലുകളിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു. നാടകത്തിലും ചരിത്രരേഖകളിലും ഭരണകൂട ഭീകരതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഏറ്റവും ക്രൂരമായ ഏടായിട്ടാണ് ഈ സംഭവം ചിത്രീകരിക്കപ്പെടുന്നത്. ജയിലിലെ അതിക്രൂരമായ അന്തരീക്ഷവും പീഡനങ്ങളും അവരുടെ ആരോഗ്യം പൂർണ്ണമായി തകർത്തു. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് 1977 ജനുവരിയിൽ പരോളിലിറങ്ങി ദിവസങ്ങൾക്കകം അവർ മരണപ്പെടുന്നുമുണ്ട്. ഇനി മിസക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തിയ ആളുകൾ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? സംഘപരിവാർ UDF സൈബർ ആക്രമണത്തിൽ DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച നാടകം വിവാദമായ സംഭവത്തിൽ എന്തായാലും പ്രതികരണവുമായി തിയേറ്റർ ആർട്ടിസ്റ്റ് ചിന്നൂസ് ചിലങ്ക ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഞങ്ങളുടെ നാടകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നത്. മിസ എന്ന നാടകം ജനങ്ങളോട് പറയുന്നത് രാജ്യത്തെ ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ്. 1975 അടിയന്തരാവസ്ഥയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ BJP സർക്കാരിന്റെ ഭരണകൂട ഭീകരത വരെയുള്ള കാര്യങ്ങളാണ് മിസ സംസാരിക്കുന്നത്. 1975 തുറങ്കിലടയ്ക്കപ്പെട്ട നാടക പ്രവർത്തകയും എഴുത്തുകാരിയുമായ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതത്തെക്കുറിച്ചാണ് നാടകം സംസാരിക്കുന്നത്. ആർക്കും അറിയാത്ത ചരിത്രങ്ങളെ കണ്ടുപിടിച്ച് പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഫ്ലോട്ടിംഗ് തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസ എന്ന നാടകം ആരെയാണോ ബാധിക്കുക അവർക്ക് നന്നായി മുറിവേറ്റിട്ടുണ്ട്. പ്രചരിക്കുന്ന അപവാദങ്ങളിൽ നിന്നും താൻ മനസ്സിലാക്കുന്നത് അതാണെന്നും ചിന്നു ഇന്ന് ഒരു പ്രതികരണമായിട്ട് മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു. ഭരണകൂട ഭീകരത നേരിട്ട ഓരോരുത്തരെയും അവതരിപ്പിച്ചുകൊണ്ട് താൻ ഇനിയും നാടകം ചെയ്യുമെന്നും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്നും ചിന്നൂസ് ചിലങ്ക ഇന്ന് പ്രതികരിക്കുന്ന കാഴ്ച കൊണ്ട് അതിന് ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഭരണകൂടത്തിന്റെ ഭീകരതക്കെതിരെയും ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ചിന്നൂസ് ഇന്ന് ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്കെതിരെ മാധ്യമങ്ങളുടെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച കണ്ടു. ഇനി നമുക്ക് ജോയ് മാത്യുവിന്റെ ഒരു പ്രതികരണം കാണാം കേട്ടോ. കാരണം ജോയ് മാത്യു ഒരിക്കൽ പോലും നല്ലൊരു പ്രതികരണം നടത്തി ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും UDFന് വേണ്ടി ഒരു സൈബർ കൊങ്ങിയായി നിന്ന് ക്യാപ്സ്യൂളുകൾ ഒക്കെ ഇറക്കിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ആദ്യമായി ആ വായിൽ നിന്ന്, ആ വിരലിൽ നിന്ന് ഒരു നല്ല 2 വാക്ക് കുറിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പിന്നെ നമ്മളതൊന്ന് വായിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഞാനൊന്ന് വായിക്കാം. അരങ്ങും ഔചിത്യവും വിഷയം നാടകമാണ്. ട്രോളാകുന്നത് DYFI ആണ്. ലോകം മാറുന്നതിനൊപ്പം കലാരൂപങ്ങളിലും മാറ്റം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ലൈംഗിക വിഷാദികളാണ് ഒരു നാടകത്തിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ അർദ്ധനഗ്നത കണ്ട് ഓരിയിടുന്നത്. ഇതേ സദാചാരവാദികൾ നീല കലർന്ന സിനിമകൾ ഇരുട്ടിലിരുന്ന് ആസ്വദിക്കുന്നതിൽ തെറ്റ് കാണാത്തവരുമായിരിക്കും.
അരനൂറ്റാണ്ട് മുമ്പ് വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമന്റെ മലമ്പുഴയിലെ യക്ഷി എന്ന അതിപ്രശസ്ത ശില്പം കണ്ട് നെറ്റി ചുളിച്ച അതേ കപട സദാചാരവാദികൾ ഇപ്പോഴും അവിടെ നിന്ന് ബസ് കിട്ടാതെ നിൽക്കുകയാണ്. അവരാണ് ഇപ്പോൾ ഒരു നാടകത്തിലെ സ്ത്രീ ശരീരത്തെക്കുറിച്ച് പരിഹസിക്കുന്നത്. നാടകമെന്ന കലാരൂപം എത്രയോ കാലം മുന്നോട്ടു പോയി എന്ന് ഈ സദാചാരികൾക്കറിയില്ല. ഗ്രോട്ടോവിസ്കിയുടെ ദരിദ്ര നാടകവേദിയിൽ മനുഷ്യന്റെ ഉടലാണ് മുഖ്യ സംവേദന മാധ്യമമെന്ന് നാടകം പഠിച്ചവർക്കറിയാം. ഒരിക്കൽ ഞാനും സുഹൃത്തുക്കളും യൂറോപ്പിൽ ആണും പെണ്ണും പൂർണ്ണ നഗ്നരായി അഭിനയിച്ച നാടകത്തിന് സാക്ഷിയായിട്ടുണ്ട്. അവിടെയൊക്കെ നഗ്നത പ്രേക്ഷകന്റെ ലൈംഗിക ചോദനകളെ ഉണർത്താനുള്ള ഉത്തേജക മരുന്നല്ല, നാടകം ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ്. അത് ആസ്വദിക്കുവാൻ കലാപരമായ ശിക്ഷണം വേണം. ഡിവൈഎഫ്ഐ നടത്തിയ നാടകത്തെ സമഗ്രതയിൽ ആസ്വദിക്കാൻ കഴിയാതെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ആൺ പരീക്ഷകൾ അതിലെ ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രകടനത്തെ അടർത്തിയെടുത്ത് ആക്ഷേപിക്കുന്നതും മേൽപ്പറഞ്ഞ ലൈംഗിക സംതൃപ്തിയുടെ അടയാളം തന്നെയാണ്. തയ്യൽ സാമഗ്രികൾ 1750 മാത്രം നിലവിൽ വന്നിട്ടുള്ളൂ എന്നതാണ് ചരിത്രം. എന്നാൽ നമ്മുടെ പുണ്യപുരാണ സിനിമകളിലും സീരിയലുകളിലും കഥാപാത്രങ്ങൾ എത്ര മനോഹരമായി തയ്ച്ച വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് എന്ന് ഓർത്താൽ മനസ്സിലാകും നമ്മുടെ കലാസ്വാദന പാരമ്പര്യത്തിന്റെ സദാചാര ബോധപ്പെടുകുഴി എന്നാണ് എന്തായാലും അദ്ദേഹം കൊടുത്തിട്ടുള്ള ആദ്യമായിട്ടാണ് കേട്ടോ ഈ ജോയ് മാത്യുവിന്റെ ഒരു എഴുത്ത് നമുക്ക് നമ്മുടെ ചാനലിലൂടെ വായിക്കാൻ തോന്നുന്നത്. കാരണം വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വലിയ ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്തായാലും ജോയ് മാത്യു പറഞ്ഞിരിക്കുന്നു. എന്തായാലും നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് സനോജിന്റെ ഒരു പ്രതികരണം കൂടി നോക്കാം. സനോജ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: സ്നേഹലത റെഡ്ഡിയെ ആര് മറന്നാലും കോട്ടയംകാർ അത്ര വേഗം മറക്കില്ല. 1978-79 കാലം കേരള സർവകലാശാലയുടെ ചരിത്രത്തിലെ ആദ്യ SFI ചെയർമാനായി സഖാവ് സുരേഷ് കുറുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് കോട്ടയത്ത് വെച്ച് നടന്ന സർവകലാശാല കലോത്സവത്തിൽ മുഖ്യാതിഥിയായി എത്തിയത് സ്നേഹലത റെഡ്ഡിയുടെ മകൾ നന്ദന റെഡ്ഡിയായിരുന്നു. അന്ന് അടിയന്തരാവസ്ഥയുടെ പ്രേതം വിട്ടൊഴിയാത്ത കോട്ടയത്തെ കോൺഗ്രസുകാർ പ്രഖ്യാപിച്ചു, നന്ദനയെ കോട്ടയത്ത് കാലു കുത്തിക്കില്ല. പ്രഖ്യാപനം കേട്ട കോട്ടയത്തെ ചുമട്ടുതൊഴിലാളി സഖാക്കൾ നാഗമ്പടത്ത് ഒത്തുകൂടി. തടയാൻ ധൈര്യമുള്ളവർ വരിക എന്ന വെല്ലുവിളികളോടെ. പിന്നാലെ നന്ദന വരികയും ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്തു. അന്ന് മാടത്തിൽ ഒളിച്ച അതേ കോൺഗ്രസിന്റെ പിൻതലമുറയ്ക്ക് ഇന്നും മിസയെന്നും അടിയന്തരാവസ്ഥയെന്നും സ്നേഹലത റെഡ്ഡി എന്നും ഒക്കെ കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നത് സ്വാഭാവികം. ഡിവൈഎഫ്ഐ സമ്മേളനത്തിന്റെ പ്രദർശന വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട മിസ എന്ന നാടകവും അതിലെ രംഗങ്ങളും അവരുടെ പിൻതലമുറ സദാചാരവാദികളെ ഇന്നും അസ്വസ്ഥമാക്കുന്നതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ആ നാടകം മുന്നോട്ട് വെക്കുന്നത് അത്രമേൽ തീക്ഷണമായ ഒരു ചരിത്രമാണ്. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിന് മേൽ വീണ ഇരുണ്ട അധ്യായമായിരുന്നു 1975 അടിയന്തരാവസ്ഥ. കലാകാരി ആയതിന്റെയും ചോദ്യം ചെയ്തതിന്റെയും പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ ഭരണകൂട പീഡനം നേരിട്ട ജീവിതമാണ് സ്നേഹലതയുടേത്. ആ സ്നേഹലതയുടെ കഥയാണ് മിസ എന്ന നാടകം പറയുന്നത്. കരിമ്പിൻ തോട്ടങ്ങളിലും ഫാക്ടറികളിലും ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീ തൊഴിലാളികളിൽ നിന്ന് ആരംഭിച്ച് ഇന്നും തുടരുന്ന അധികാരത്തിന്റെയും ചൂഷണത്തിന്റെയും കഥകളിലൂടെയാണ് മിസ എന്ന നാടകം സഞ്ചരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള അധികാരത്തിന്റെ രാഷ്ട്രീയം ഇന്നും അവസാനിക്കുന്നില്ല എന്ന സന്ദേശമാണ് സ്നേഹലതയുടെ ജീവിതം വരച്ചു കാട്ടുന്ന മിസ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലെ ഒരു രംഗത്തെ മാത്രം മുറിച്ചെടുത്ത് സദാചാരത്തിന്റെ കണ്ണടയിലൂടെ നോക്കുന്നവർ മറയ്ക്കാനും ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാടുകളിൽ ഒരു ജനത അനുഭവിച്ച തീക്ഷ്ണമായ പീഡനങ്ങളെയാണ്. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ നിരവധി വേദികളിൽ അവതരിപ്പിച്ച നാടകം ആ സന്ദർഭത്തിൽ ഒന്നും എവിടെയും ചർച്ചയായി കണ്ടില്ല. കലാവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നാണ് പറയുന്നത്. മാത്രമല്ല മിസ നാടകം ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദിയിൽ വീണ്ടും അവതരിപ്പിക്കും. അതായത് 22 ഓഗസ്റ്റ് വൈകുന്നേരം വീണ്ടും അവതരിപ്പിക്കുമെന്ന് കൂടി എന്തായാലും സനോജ് പറഞ്ഞിട്ടുണ്ട്. ഈ മിസ നാടകത്തിനെതിരെ കല്ലെറിഞ്ഞ ആളുകൾ എന്താണ് പറയേണ്ടത് അല്ലെ? സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരും, മിസ അതാണ് അതാണ് ഇതാണ്, അല്ലെങ്കിൽ കുറെ കള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ ചില ആളുകൾ അങ്ങ് പടച്ചു വിടും. അതിനൊക്കെ മാത്രം ചില PhD എടുത്ത ചില കറിയന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ കറിയന്മാരൊക്കെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സ്ക്രിപ്റ്റ് വെച്ച് ഇതങ്ങ് പടച്ചു വിടും. പിന്നെ ചില മണ്ടൻ ഗുണാപ്പികൾ ഒരു വിവരമില്ലാത്ത കുറെ ആൾക്കാർ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ എന്താണ് വസ്തുത? ഇതൊക്കെയാണ് വസ്തുത. ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ ഈ ഷെയർ ചെയ്ത കല്ലെറിഞ്ഞ ചില ആളുകൾക്കെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടാകില്ലേ? അങ്ങനെ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരാണെന്ന് മാത്രമേ പറയാറുള്ളൂ. എന്തായാലും മിസ നാടകം കാണാൻ ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.